വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റി. പ്രതി ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി 19-നാണ് വിധി പറയുക. അതേസമയം സീനിയർ അഭിഭാഷകന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ ബാർ അസോസിയേഷനെതിരെ യുവതി രംഗത്ത്. കൂടെയുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്ന് ശ്യാമിലി ജസ്റ്റിൻ ആരോപിച്ചു. ജൂനിയർ അഭിഭാഷകയുടെ ശബ്ദ സന്ദേശം ജനം ടിവിക്ക്. അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എന്റെ നെഗറ്റീവ് വരും, ഞാൻ അപ്പോഴും പറയുന്ന അതാ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവര് നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു കാര്യവും കേട്ട് എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക. ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ യുവ അഭിഭാഷക ഉന്നയിച്ചിരിക്കുന്നത്. ഈ അപവാദ പ്രചാരണങ്ങൾ നടത്തുകയാണ് തനിക്കെതിരെ എന്ന് ഈ യുവ അഭിഭാഷക പറയുകയാണ്. ഒപ്പം തന്നെ ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഇനി ഈ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാവുക. സമഗ്ര വിവരങ്ങൾ. നേരത്തെയും ബാർ അസോസിയേഷനെതിരെ സമാനമായ രീതിയിൽ യുവതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. കാരണം ബാർ അസോസിയേഷൻ സെക്രട്ടറി ഇടപെട്ടത് കൊണ്ടാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമെന്നൊരു ആരോപണം നേരത്തെ തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് എതിരായി തങ്ങളിൽപ്പെട്ടവർ തന്നെ, അതായത് അഭിഭാഷകരിൽ ഉൾപ്പെട്ടവർ, തന്റെ സഹപ്രവർത്തകരായവർ തന്നെ ഇല്ലാത്ത കഥകൾ മെനയുന്നു. അതോടൊപ്പം തന്നെ മോശമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ കേസിനെ വഴിതിരിച്ചു വിടുന്ന രീതിയിലടക്കം തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്റെ സഹപ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത് വേദന ഉണ്ടാക്കുന്നു. വേദനയോടെ താൻ പറയുകയാണ്, തന്റെ സഹപ്രവർത്തകർ തന്റെ കൂടൊപ്പം ഇല്ല എന്ന നിൽക്കുന്നില്ല. ഏറെക്കുറെ ആളുകൾ, ഒരു ശതമാനം മാത്രം ആളുകളാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകയ്ക്ക് അനുകൂലമായി നിന്നത്. മറ്റുള്ളവരാരും ഈ തനിക്ക് അനുകൂലമായി നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും അസോസിയേഷന്റെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടാകുന്നത്. അസോസിയേഷനിൽപ്പെട്ടവരാണ് ഏറിയ പങ്കും ഇത്തരത്തിലുള്ള ഈ സമീപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നതെല്ലാം ഈ അസോസിയേഷനിൽപ്പെട്ടവരാണ് എന്നാണ് യുവതി ഇപ്പോൾ ആരോപിക്കുന്നത്. ശബ്ദ സന്ദേശമായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ യുവതി ഈ ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ എവിടെയോ നടത്തിയ പരാമർശത്തിന്റെ ശബ്ദ സന്ദേശമാണ് ലഭിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഈ ശ്യാമിലി ജസ്റ്റിൻ നടത്തിയിരിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ പ്രതി അറസ്റ്റ് ചെയ്തതിനു ശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സമയത്ത്, ബെയ്ലിൻ ദാസിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സഹപ്രവർത്തകരായ ഒരു കൂട്ടം അഭിഭാഷകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഈ ബെയ്ലിൻ ദാസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു കുറ്റക്കാരനായ ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ അപമാനിക്കുകയും അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയെ, ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് പിന്തുണ നൽകാനും ആയിട്ടാണ് ഈ അഭിഭാഷകർ നിന്നത് എന്നത് ആ കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ആരോപണം എന്ന് പറയുന്നതും. ആ കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് അഭിഭാഷക ഉന്നയിക്കുന്നത്. നേരത്തെയും ഈ തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വീണ്ടും ഈ ഗുരുതരമായ ഒരു ആരോപണം സഹപ്രവർത്തകർക്കെതിരെയും ബാർ അസോസിയേഷനിൽപ്പെട്ട ആളുകൾക്കെതിരെയും അഭിഭാഷക ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ ബെയ്ലിൻ ദാസിന്റെ കേസ് പരിഗണിച്ചിരുന്നു. ജാമ്യാപേക്ഷയിൽ മേൽ കേസ് പരിഗണിച്ചിരുന്നു. അവിടെയും വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഈ പ്രോസിക്യൂഷൻ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പ്രതിഭാഗത്തിന്റെ
വാദഗതികൾ എതിർത്തിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചില്ല അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിക്കൊണ്ടാണ്, മാത്രമല്ല മർദ്ദനം അഭിഭാഷകനും ഏറ്റു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ തുടക്കത്തിൽ ഈ ജാമ്യാപേക്ഷ വേണമെന്ന് പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷനെ പൂർണ്ണമായും എതിർക്കുകയും ചെയ്തു. എന്തായാലും ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി പറയുന്നത് 19-ാം തീയതിയാണ്, വരുന്ന തിങ്കളാഴ്ച 19-ാം തീയതിയിലേക്ക്. ശരി പ്രശാന്ത്, കൂടെയുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നാണ് ശ്യാമിലി ജസ്റ്റിൻ ആരോപിക്കുന്നത്. ജൂനിയർ അഭിഭാഷകയുടെ ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. അതാണ് പ്രേക്ഷകർ കണ്ടത്.